ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും, അതായത് ഡിഗ്രി +2 ലെവൽസിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെ എക്സാംസിന് എക്കണോമിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടോപ്പിക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ് PYQs ഡിസ്കസ് ചെയ്യുക. PYQന്റെ ഓപ്ഷൻസ് കൃത്യമായി നോക്കുക. നമുക്ക് ഈ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? ഇക്കണോമിക്സിന്റെ അടുത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ: Which regulatory body in India is responsible for overseeing and regulating microfinance institutions? Option A, Securities and Exchange Board of India. നമുക്കറിയാം SEBI is regulator of capital market അഥവാ security market ആണ്. Small Industrial Development Bank of India SIDBI അല്ല. Reserve Bank of India, National Bank for Agriculture and Rural Development. ആൻസർ വരുന്നത് Reserve Bank of India. ചോദ്യം നോക്കണേ, overseeing and regulating microfinance ആണ്. ഓക്കെ, അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എന്നാൽ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രോഗ്രസിന് ആവശ്യമായ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഇത് നബാർഡാണ്. ഓക്കെ, അണ്ടർ ദ ഗൈഡൻസ് ഓഫ് RBI. ക്വസ്റ്റ്യൻ: ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിതിൻ കൺട്രി ഡ്യൂറിംഗ് 1 year. ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വേണം, വിതിൻ കൺട്രി ആണ്, ഡ്യൂറിംഗ് 1 year ആണ്. നമുക്കറിയാം ദാറ്റ് ഈസ് ബേസിക് എക്കണോമിക്സ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് വരുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ: വിച്ച് ദ ഫോളോവിംഗ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ? ലിമിറ്റഡ് ഇമ്പാക്ട് ഓൺ പോവർട്ടി റിഡക്ഷൻ. ലിമിറ്റഡ് ഇമ്പാക്ട് അല്ല, നല്ല ഗുഡ് ഇമ്പാക്ട് ആണ്. ഇൻക്രീസ് റിലയൻസ് ഓൺ ഇൻഫോർമൽ ലെൻഡിങ് സോഴ്സസ്. ഓക്കെ, നമുക്ക് ഫോർമൽ ലെൻഡിങ് സോഴ്സസിനോട് നമുക്ക് റിലയൻസ് ഉള്ളത്. മിനിമൽ സപ്പോർട്ട് ഫോർ വിമൻ എന്റർപ്രണേഴ്സ്, മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എൻഹാൻസ്ഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. സോ എൻഹാൻസ്ഡ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, മാക്സിമം ആൾക്കാരെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായിട്ടാണ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നത്. അത് തന്നെയാണ് ഇന്ത്യയിൽ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ദ ഫോളോവിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, PSU ആണ്. ICICI ബാങ്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. HDFC ബാങ്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. സോ ബന്ധൻ ബാങ്ക്, ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. Question: According to the Global Multidimensional Poverty Index Report 2022, a total of 415 million people exited multidimensional poverty in India in the last -years. Okay, 15 years, 5 years, 10 years, 20 years. ആൻസർ വന്നിരിക്കുന്നത് 15 years ആണ്. ഓർത്തിരിക്കുക ഓപ്ഷൻ എ 15 years. MDPA സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോസും കൂടി നോക്കുക. ഫാക്ടർ കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ്. എന്താ ഫാക്ടർ കോസ്റ്റ്? നമ്മൾ പറഞ്ഞ് ഈ പെൻ ഉണ്ടാക്കണം. ഈ പെൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ലേബർ വേണം, മെറ്റീരിയൽ വേണം, ഓൺട്രപ്രൂണർ വേണം. ഇതെല്ലാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ സഹായിക്കുന്ന എല്ലാ ആൾക്കാരെയും നമ്മൾ, എല്ലാ ഐറ്റംസിനെയും നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പം ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്ന റിട്ടേൺ ആണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് കോസ്റ്റ് ആണോ? അല്ല. എക്സ് ഫാക്ടറി കോസ്റ്റ് അല്ല. ഇൻപുട്ട് കോസ്റ്റ്, ഔട്ട്പുട്ട് കോസ്റ്റ്. ഇൻപുട്ട് കോസ്റ്റ് ആണ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻപുട്ട് ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ട ഇൻപുട്ട് ആയതുകൊണ്ട് നമുക്ക് അതിനെ ഇൻപുട്ട് കോസ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഫാക്ടർ കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻപുട്ട് കോസ്റ്റ്. ഔട്ട്പുട്ട് കോസ്റ്റ് ആണോ? അല്ല. ദാറ്റ് ഈസ് എ കോസ്റ്റ് ഇൻപുട്ട് കോസ്റ്റ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question: What is the primary function of a commercial bank? Issuing currency notes and coins. Currency notes issue ചെയ്യുന്ന RBI ആണെന്നും കോയിൻസ് ഇഷ്യൂ ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണെന്ന് നമുക്കറിയാം. എന്തായാലും കൊമേഴ്സ്യൽ ബാങ്ക് വരത്തില്ല. അപ്പോൾ RBI ആണ് കറൻസി നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് നമുക്കറിയാം കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് ആൻസർ വരത്തില്ല. കണ്ടക്ടിങ് മോണിറ്ററി പോളിസി, ഇന്ത്യയിലെ മോണിറ്ററി പോളിസി റെഗുലേറ്റർ ആൻഡ് കൺട്രോളർ RBI തന്നെയാണ്. ഗ്രാൻഡിങ് ലോൺസ് ആൻഡ് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ്, റെഗുലേറ്റിംഗ് മണി സപ്ലൈ, ഇന്ത്യയിൽ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. RBIക്ക് മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ ആവശ്യമായ പോളിസീസ് തന്നെ, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി തന്നെയാണ് നമുക്കറിയാൻ സാധിക്കും. അപ്പം ഓപ്ഷൻ സി ആണ്. ഗ്രാൻഡിങ് ലോൺസ് ആൻഡ് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്നതാണ് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ കൊമേഴ്സ്യൽ ബാങ്ക്. ഈ സെഷനിൽ അവസാനത്തെ ക്വസ്റ്റൻ നോക്കാം. വിച്ച് ദ ഫോളോവിംഗ് ഈസ് എ ഡയമെൻഷൻ ഓഫ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ in India? Outreach to rural areas, loan interest rate, investment in the stock market, availability of credit card. മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞാൽ തന്നെ അത് ലോ ഇൻകം ഗ്രൂപ്പിന് ലോൺ കൊടുക്കാൻ വേണ്ടിയാണ്. അത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിലേക്ക് കുറേ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ മാക്സിമം ആൾക്കാരിലേക്ക് ഫിനാൻഷ്യൽ അവയർനെസ് എത്തിക്കുക, അല്ലെ ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ എത്തിക്കുക എന്നുള്ളതായിരുന്നു MFIയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഔട്ട്റീച്ച് ടു റൂറൽ ഏരിയാസ് ആണ് കറക്റ്റ് ആൻസർ. ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് കാർഡ് ഒന്നും മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷന് പർപ്പസേ ആകുന്നില്ല. സോ ഓപ്ഷൻ എ ഔട്ട്റീച്ച് ടു റൂറൽ ഏരിയാസ് അഥവാ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ തന്നെയാണ് MFIസിന്റെ മെയിൻ പർപ്പസ്. ഒരൊറ്റ പ്രിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്